നമസ്കാരം. 2025 ജനുവരി 1-ാം തീയതിയാണ് ഇന്ന് ഞങ്ങളുടെ രാവിലെ വീട്ടിലത്തെ കുറച്ച് ലൈവ് വീഡിയോസ് ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ കരുതി. വീട്ടിനകത്തോട്ടേ ഞാൻ പോവുകയാണ്. പുത്രന്മാർ രണ്ടുപേരും എണീറ്റ് ഇവിടെ ചായ കൂടിയാണ്. എൻ്റെ കൂടെ ഇരിപ്പുണ്ട് രണ്ടുപേരും. മൂത്താൾ മാധവ്, രണ്ടാമത്തെ ആൾ മോഹിത്ത്. രാവിലെ തന്നെ ഗെയിമിൻ്റെ പരിപാടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. അടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് പോകുന്നത് കിച്ചണിൽ വയ്ക്കുന്നതിൻ്റെ ഭാര്യ. സാധാരണ കിട്ടുന്നതാണ്. ആരാ നോക്കാനൊന്നുമില്ല. കൃഷ്ണ വാ 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 കയറി വാ, ഇങ്ങോട്ട് വാ. ഇനി നമ്മൾ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയപ്പോഴത്തേക്ക് കുറച്ച് കോഴിക്കോട് ഹലുവയും കുറച്ച് കേക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ടടുത്ത വീട്ടിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഇതുണ്ട് സാധാരണ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പോകില്ല, അതൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഹലുവ കട്ടിയാണ്. ഇത് കണ്ണൂരിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് കണ്ണൂർ പോയിട്ട് വന്നതാണ്. അവിടെ കുറച്ച് പഴങ്ങളാണ് ഇതൊക്കെ. അവിടെ വെച്ച് തന്നു വിട്ടതാണ് ഇതൊക്കെ. ഇത് ഇന്നലെ വാങ്ങിയതാണ്. ഏത്തപ്പഴത്തിനിപ്പോൾ വളരെ വില കുറവാണ്. കിലോ 80 രൂപയേ ഉള്ളൂ. വളരെ ചീപ്പാണ്. സ്വർണ്ണത്തിനേക്കാളും വിലയാണ് ഇപ്പം പഴങ്ങൾക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹലുവ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അല്ല, കോഴിക്കോടൻ ഹലുവയാണ്. ബ്ലാക്ക് ഹലുവയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയപ്പോഴത്തേക്ക് അത് 160 രൂപ ഒരാൾ വാങ്ങിയത്. ശരിക്കും 140 രൂപയാണ്, 130 രൂപയ്ക്കാണ്. പക്ഷെ പറ്റിക്കുക ചെയ്തത്. ഞാൻ വെറുതെ അറിയാണ്ട് ഹലുവയുടെ വില വെറുതെ എത്രയെന്ന് ചോദിച്ചതാണ് പണിയായത്. തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും 140. അതായത് ഒരു സ്റ്റേഷന് അടുത്തടുത്തുള്ള കടകളിലുള്ളതാണ്. ഓക്കെ, കട്ട് ചെയ്തേക്കാം. ഓക്കെ, ഈ ഹലുവ ഏറ്റവും പ്രിയമുള്ള ആളായി ഇരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഈ ബ്ലാക്ക് ഹലുവ വാങ്ങുന്നത്. അപ്പുറത്ത് കൊടുക്കാനുള്ളത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കവറിൽ. ലൈവ് വീഡിയോ ആണ്. അതിന് പിന്നെ ഇരിക്കുന്ന പൊസിഷനും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരുന്ന സ്റ്റൈല് ശരിയില്ല എന്നാണ് പറയുന്നത്. അതൊന്നുകൂടെ നേരെ സ്റ്റൈലായിട്ട് ഇരുന്നട്ടെ. ഓക്കെ, പോ. ഇത് മോഹത്തിന് സൈക്കിളാണ്. തുറക്ക്. അപ്പുറത്തെ വീട്ടിൽ പ്രശാന്ത് എന്ന് പറയും, അയൽപക്കം. ഇത് പല്ലി വരടാ അദ്ദേഹത്ത്. നോക്കണം മോഹത്തെ. എൻ്റെ അമ്മ ഏതാണ് താഴെ പോയി. ഗേറ്റിൻ്റെ മുകളിൽ പല്ലി ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ട് കൊടുക്കണമല്ലോ. ബെല്ലടിക്കണം പോയിട്ട്. തുറന്നിട്ടുണ്ടാ? ഹാപ്പി ന്യൂ ഇയർ. അവരെവിടെ? പിള്ളേരെവിടെ? എണീറ്റില്ലേ? നമ്മളന്ന് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നില്ലേ ഹലുവയും, കോഴിക്കോട് ഹലുവയും, അവിടുത്തെ ചെറിയ സ്വീറ്റ്സും, ചെറിയ കേക്ക്. ഇതാ മറ്റുള്ളവിടെ. അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ അകത്ത് ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. അടുത്തൊരു കേക്ക് എടുക്കുക. ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ ഗിഫ്റ്റായിട്ട് തന്നതാണ് കഴിഞ്ഞ ദിവസം. അതൊന്ന് ഹാപ്പി ന്യൂ ഇയർ ആയിട്ടൊന്ന് മുറിക്കാൻ തരുന്നു. ഇത് നോക്കട്ടെ, ബേക്കറിയുടെ ആണ് പേര്. രാജൻ ബേക്കറി പാറശാല ഉണ്ടല്ലേ, അദ്ദേഹം തന്നതായിരുന്നു. ഇതാണ് കേക്ക്.
അത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തോ, മുഖത്ത് കട്ട് ചെയ്തോ. ഹാപ്പി ന്യൂ ഇയർ. രാത്രി 12 മണിക്ക് മുറിക്കണ്ടോ? അടുത്തോടെ പോയി ന്യൂ ഇയർ ആയിട്ട് രാവിലെ തന്നെ ചായ കുടിച്ചതിന് ശേഷം കേക്കാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ എനിക്കുള്ള പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. ഇതാ കൃഷ്ണലേത് ഏതാണ്? 2 പീസാണ് കൃഷ്ണലേത് കിട്ടിയിരിക്കുന്നത്. നോക്ക്, അത് ആദ്യം കഷ്ണം കട്ട് ചെയ്ത പീസ് ഈ പ്ലേറ്റിലാണ് വെച്ചത്. അങ്ങനെ വിചാരിക്കണ്ട ഒരുപാട് കഴിക്കുന്നുള്ളത്. അവൾ ചോദിക്കേണ്ടതിരിക്കുന്നത് 2 പീസുണ്ട്. മോഹിതൻ അനിലതാ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത്ര ആയിട്ടുള്ളൂ കേക്ക്, ഇനി ഉണ്ട് ഇത്രേ. മാധവ് ആ പീസ് എടുത്തോ, അച്ഛൻ മുറിച്ച് വെച്ചത് എടുത്തോ. ഞാൻ എടുത്തോളാം. അവിടെ ഉണ്ട്, അവിടെ അമ്മേരെ ഇല്ലാത്തുണ്ട്, പോയി എടുത്തോ. രാവിലെ എണീറ്റിട്ട് കേക്ക് മുറിക്കാനാ വിശന്നു. രാവിലെ എണീറ്റിട്ട് തന്നെ കേക്ക് മുറിക്കുന്നില്ലെന്നാണ് ചോദിച്ചത്. മുഖത്തിന് വേണ്ടേ? അതെടുത്തോ, അവന് കൊടുക്കാത്. അതെടുത്തൂടെ നിനക്ക് എണീറ്റ് പോയി? ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവനെടുത്ത് തരണോ? അത് 2ാമത്തെ പീസും കഴിച്ചു കഴിഞ്ഞു. ഇനി വേണോ? ഇല്ല, ആ ചെറിയ പീസല്ലേ അതിൻ്റെത്. ഇതാ കട്ട് ചെയ്ത് തരാം. കത്തി എവിടെ? കഴിഞ്ഞ വർഷം കേക്ക് തന്നിരുന്നില്ലേ അവർ? കഴിഞ്ഞ വർഷം ഈ അവർ തന്നെ കേക്ക് അവരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് തോന്നുന്നില്ലേ? ഇതും ബ്ലാക്ക് ഫോറസ്റ്റാണ് കേക്ക്. അപ്പോൾ കിച്ചണിൽ നിന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം എല്ലാവരും വയറിറങ്ങിയ കേക്ക് കഴിച്ചു. ഇത് രാവിലെ ഇനിയിപ്പം ചിക്കൻ കറി ഉണ്ടാവുന്ന ഇതിനകത്ത്. ഇന്നലെ വാങ്ങിയ ചിക്കൻ കറിയും ഇന്ന് ദോശയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തേക്ക് കൃഷ്ണയ്ക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല. എന്തേ? ഇവിടെ ഒരു ഫോട്ടോ എടുക്കുക, അടുത്തിരുന്ന് ഫോട്ടോ എടുത്താലും മുന്നേ അവിടെ മതിയാക്കി അവിടുന്ന്. നിനക്കത് അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. എടുക്കുന്നു. മാധവ് ഇവിടെ നോക്കുന്നു, ഫോട്ടോ എടുക്കും. എല്ലിൻ്റെ കൂടെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് വീഡിയോ എടുക്കുന്നിടത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. വാ, ഞാൻ അവിടെ ഇരിക്കട്ടെ. വാ, ഫോട്ടോഗ്രാഫർ മോഹിത്താണ്. വിരല് ഇതുണ്ടാടാ, കാണുന്നുണ്ടാ? ആ, ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇത് നമുക്ക് അടുക്കളയിലുള്ള ഇനി പരിപാടികൾ, ഇപ്പൊ രാവിലത്തെ പരിപാടികൾ എന്തായാലും ഉണ്ടാവില്ല. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവും. ഇപ്പൊ സമയം എത്രയാടാ? സമയം എത്രയാണ് നോക്കി ക്ലോക്കിൽ?
9 മണി കഴിഞ്ഞു. 9 മണിയായി. ഇനിയിപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ട് ഇനി കൃഷിയൊക്കെ അങ്ങോട്ട് കയറിയാൽ മതി. കേക്കെല്ലാം ഒന്ന് ദഹിച്ച് വരണം. അപ്പോഴത്തേക്ക് അപ്പോഴുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. ഇന്ന് മാക്സിമം ഇന്നുള്ള ലൈവ് വീഡിയോസ് മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുപോകാം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തീരെ അടുത്തത് കാണിക്കണ്ട. പിന്നെ തമിഴ്നാട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് തമിഴ്നാട് പ്ലോട്ടുകൾ റിലേറ്റഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞതുപോലെ വളരെ ചീപ്പായിട്ടുള്ള ലാൻഡുകൾ അവൈലബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അത്തരത്തിലുള്ള കോൾസ് ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. വളരെ ചീപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 1500 കിട്ടും, 2000 രൂപയ്ക്ക് കിട്ടുമെന്ന് ലാൻഡുകൾ കിട്ടുമെന്ന് ഡെയിലി ഇന്നലെയും കുറേ കോളുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കുക. ബൾക്കായിട്ട് ലാൻഡുകൾ എടുക്കുമ്പോഴത്തേക്ക് 3000 മേലെ ആവറേജ് റേഞ്ച് 4000 രൂപ ആ റേഞ്ചിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് 100 ഏക്കർ അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലാതെ 5 ഏക്കർ 6 ഏക്കർ എടുക്കുമ്പോഴത്തേക്ക് 5000-6000 രൂപയാണ് പെർ സെന്റിന്റെ വില. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിക്കുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ഉച്ചയ്ക്കുള്ള മറ്റ് വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും മാക്സിമം എൻ്റെ ഉണ്ടാവുക. നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് തന്നെ ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ, ഹാപ്പി ന്യൂ ഇയർ.